സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായിട്ട് ഞങ്ങൾ രണ്ടാളും സ്പെഷ്യൽ ലൈവ് ഇറക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത ലൈവ് കാണാൻ താല്പര്യം ഇതിൽ പ്രത്യേകം വെച്ചാൽ അച്ഛനും കൂടി വരുന്നുണ്ട് ഈ ലൈവിൽ. പ്ലീസ് നൈറ്റ് കേറിയിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ട് അധികം കളിക്കാൻ പറ്റില്ല. അല്ല അവളെ ഇവിടെ അമ്മോ ശ്രദ്ധിക്കണ്ടി ഇതവിടെ അഞ്ജിത നായർ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലല്ലോ അല്ലെ. ഇപ്പോഴല്ലേ തുമ്പിയും പർപ്പിളും ഓറഞ്ചൊക്കെ ഉണ്ടായത്. ഒരു കാലത്ത് ഇവിടെ എല്ലാവർക്കും നമ്മുടെ അഞ്ജിത ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒരു കാലം. എന്തായാലും മാറിയ കാര്യത്തിനൊത്ത് അഞ്ജിത ചേച്ചിയും അപ്ഗ്രേഡ് ആവുന്നുണ്ട് കേട്ടോ. ഇത്രയും കാലം സോളോ അയിഞ്ഞാട്ടമായിരുന്നെങ്കിൽ ഇപ്പൊ അതാ സ്വന്തം ചേച്ചിയും കൂടി ഫീൽഡിൽ ഇറക്കി കഴിഞ്ഞു പുള്ളിക്കാരി. ചേച്ചിയും അനിത്യയും കൂടി നല്ല പൊളി പൊളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോ. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം മാസം 5 ലക്ഷത്തിലേറെയാണ് ഇപ്പൊ ചേച്ചിയും അനിത്യയും കൂടി സമ്പാദിക്കുന്നത്. എന്തായാലും ഓൺലൈൻ വ്യഭിചാരികളുടെ ടൈമാണ് മക്കളെ ബെസ്റ്റ് ടൈം. എല്ലാരും കൂടി ഇങ്ങനെ പൈസ വാരാണ്. അഞ്ജിത നായരും ചേച്ചിയും കൂടി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾ കാണണം. അങ്ങനെ അഡാർ സ്പെഷ്യൽ ലൈവ് ഇനി വരാൻ പോവാണ്. നാളെ നമ്മൾ പൊളിച്ചെടുക്കാൻ പോണേ. അമ്മ അതിൽ അഡാർ സ്പെഷ്യൽ ലൈവ് കാണാൻ അവിടെ സബ്സ്ക്രിപ്ഷൻ ചെയ്തോളി. പൊളിച്ചെടുത്ത് നമുക്ക് സ്പെഷ്യൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായിട്ട് ഞങ്ങൾ രണ്ടാളും സ്പെഷ്യൽ ലൈവ് ഇറക്കുന്നതായിരിക്കും. അപ്പൊ അഡാർ ലൈവ് കാണാൻ താല്പര്യം ഇതിൽ പ്രത്യേകം വെച്ചാൽ അച്ഛനും കൂടി വരുന്നുണ്ട് ഈ ലൈവിൽ. പ്ലീസ് അച്ഛനോ? അത് കൊള്ളാലോ. എന്നാൽ ഇവരുടെ അയിഞ്ഞാട്ടത്തിനിടയിൽ അച്ഛൻ എന്താണ് കാര്യം? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താ പരിപാടി? എന്തായാലും നല്ല ബെസ്റ്റ് ഫാമിലി തന്നെ. എന്നാലും മക്കളുടെ അയിഞ്ഞാട്ടത്തിനൊപ്പം നിന്ന് കൊടുക്കുന്ന അച്ഛൻ സമ്മതിച്ചെന്നിട്ടോ. ബാക്കി ഉണ്ടോക്ക് എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ. നമ്മളിത്രയും കളിച്ചൊക്കെ വേസ്റ്റ് ചെയ്യോ? ഇല്ല വേസ്റ്റ് ആയിട്ടൊന്നുമില്ല, എല്ലാം ശരിക്കും കണ്ടിക്ക്. എന്നാലും എന്തൊരു വെറുപ്പിക്കലാണ് ചേച്ചിമാര്. സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അല്ല പൈസ കൊടുത്ത് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഈ കോമാളിത്തരമൊക്കെ ആയിരിക്കുമല്ലോ അവർക്കും കാണേണ്ടി വരിക. ബാക്കി ഉണ്ടോക്ക് എന്തായാലും എവിടുന്ന് പഠിച്ച് നൈറ്റ് കേറിയിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ട് അധികം കളിക്കാൻ പറ്റില്ല. അല്ല അവളെ ഇവിടെ അമ്മോ ശ്രദ്ധിക്കണ്ടി ഇതവിടെ പാവണ്ടില്ലേ കീറി നൈറ്റ് ഒക്കെ ഇട്ടാണ് നടക്കുന്നത്. പിന്നാമ്പുറം കാണിച്ചു തരാനുള്ള ഓരോ അടവുകൾ നോക്കണം നിങ്ങള്. നൈറ്റ് ശരിക്കും കീറിയിട്ടൊന്നുമില്ല. ഓളെ ബാഗ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയുള്ള ഒരു നാടകമാണ് നമ്മളിപ്പോ കണ്ടത്. ഇതിനിപ്പോ നാടകം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി. ഇത് അതിന്റെ പിന്നാമ്പുറം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ മതി. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? ബാക്കി പറഞ്ഞിട്ടെന്തായാലും നാളെ ഞങ്ങൾ പുലർച്ചയ്ക്ക് വന്നിരിക്കും. 5 മണിക്ക് ഞങ്ങള് സ്പെഷ്യൽ ലൈവ് സ്പെഷ്യൽ ലൈവ് ഓക്കെ അട്ടർ ലൈവ്. നല്ല സമയല്ലേ, പുലർച്ചെ 5 മണിക്കൊക്കെയാണ് ലൈവ്. അതാകുമ്പോ ഒരു അരമണിക്കൂർ ലൈവ് കണ്ട ശേഷം ഒന്ന് ബാത്റൂമിലേക്ക് പോയി വന്ന് നല്ലോണം മൂടി പൊതിച്ച് കിടന്നുറങ്ങാം. ചേച്ചിമാരെയും സ്വപ്നം കണ്ടുറങ്ങാം. നല്ല പൊളി പരിപാടി. എന്തായാലും ചേച്ചി അനത്തും കൂടി ഒരുമ്പെട്ട് ഇറങ്ങിയത് തന്നെയാണ്. ഇവളുടെ ചേച്ചി ഇത്രയും കാലം ഇമാതിരി പരിപാടിക്കൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണമൊക്കെ കഴിച്ച നല്ലപോലെ ജീവിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഡിവേഴ്സ് ആയെന്നാണ് കേൾക്കുന്നത്. ഡിവേഴ്സ് ആയതോടെ പിന്നെ ഒന്നും നോക്കിയില്ല. അനിയത്തിയുടെ കൂടെ അയിഞ്ഞാട്ട് ലീഗിൽ ചേരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇനിയൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വേണം ചേച്ചിക്ക് സ്വന്തമായിട്ട് അക്കൗണ്ടും സബ്സ്ക്രിപ്ഷനും തുടങ്ങാൻ. ബാക്കി ഉണ്ടോ എന്തായാലും അഡാർ സ്പെഷ്യൽ ഞങ്ങൾ ഇപ്പൊ ഡാൻസ് കളിക്കാൻ പോകുന്നത്. അത് സബ്സ്ക്രിപ്ഷനാണ് ലൈവ് വരാൻ പോകുന്നത്. ഒന്നൊന്നും അഡാർ സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യം നിങ്ങൾ എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ ചെയ്യാം. എക്സ്ക്ലൂസീവ് ലൈവാണ് ഈ വരാൻ പോകുന്നത്. ഈ മാലയ്ക്ക് ഇതിൽ നല്ല മാല വേണ്ട വേണ്ട അത് ഈ കണ്ടു വെച്ചത് എനിക്ക് വേണ്ട. അത് കൊണ്ടിടി ഇങ്ങനെ വേണേ ഇങ്ങനെ വേണേ സൂപ്പറോ ഇങ്ങനെ വേണേനു. അത് അടിപൊളിയാവൂലേ? അടിപൊളിയാവും. ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്തിനു വേഗം കൊണ്ടുപോയി ഇവിടെ വെച്ചപ്പോ. അമ്മ അത് സ്പെഷ്യൽ ലൈവ് കാണാൻ എല്ലാവരും സബ്സ്ക്രിപ്ഷൻ എടുക്കണേ. മറക്കരുത്. 52 കൊടുക്കുന്ന സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യം എല്ലാവരും സബ്സ്ക്രിപ്ഷൻ എടുക്കണേ. പ്ലീസ് സബ്സ്ക്രൈബ്. ഒടുക്കത്തെ സ്പെഷ്യൽ ലൈവ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇങ്ങനെ പോയാൽ നീയും അധികം വൈകാതെ ഒടുക്കത്തെ ലൈവ് ചെയ്യൂ. അല്ലെങ്കിൽ നാട്ടുകാരെല്ലാരും കൂടി നിന്നെ കൊണ്ടൊക്കെ ചെയ്യിക്കും. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് വന്നിരുന്ന് പറയുകയും കാണിക്കുകയും ചെയ്യുന്നത് നോക്കി. ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്തുമാവാം എന്നായിട്ടുണ്ട് ഇപ്പോ. സ്വന്തം ശരീരം തന്നെ സ്വയം വില പേശി വിൽക്കാണ്. വേശ്യ തെരുവുകളിൽ പോലും ഇമാതിരി വില പേശലുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ബാക്കി ഉണ്ടോ എന്തായാലും ഇല്ല അതല്ല. ഗുഡ് മോർണിംഗ് ഗായ്സ്. അഡാർ സ്പെഷ്യൽ ലൈവ് കാണാൻ എല്ലാവരും സബ്സ്ക്രിപ്ഷൻ
അമ്പമ്പാടി ഡിസ്കോ മാണി അമ്പമ്മാണിയേ ഡിസ്കോ മാണിയേ അമ്പമ്പാണി ഡിസ്കോ ബാണി അമ്പമ്മാണിയേ ഡിസ്കോ മാണിയേ അമ്പമ്മാണി ഡിസ്കോ മാണി യോ 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 അടിച്ച പൊടിച്ച പെണ്ണ് അവളിരിക്കൊരു കണ്ണ് അയ്യോ 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 അലിസ കുലിസ പെണ്ണ് അവളിൽ എനിക്കൊരു കണ്ണ് തട്ടും തട്ടും താളം വിടം വിടം മോഹം നോക്കി നിന്ന കൈ. എന്താ ഒരു ഡാൻസ് അല്ലേ? ചേച്ചിയുടെ പാട്ടും കൊള്ളാം, മനിത്തുള്ള ഡാൻസും കൊള്ളാം. ഇവരുടെ അയൽവാസികളുടെ ഒക്കെ ഒരു ഭാഗ്യം അല്ലേ. വെറുതെ പൈസ കളിച്ച് സബ്സ്ക്രിപ്ഷൻ പോലും എടുക്കേണ്ട ആവശ്യമില്ല. മുറ്റത്ത് പോയി നിന്നിട്ടല്ലേ നൈറ്റ് ഇട്ട് ഡാൻസ് കളിക്കുന്നത്. എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാമല്ലോ. എന്തായാലും ഇവരുടെ വീട്ടിൽ കള്ളം കയറുന്നുള്ള പേടി വേണ്ട. കാരണം അയൽക്കാരുടെ ഒക്കെ കണ്ണ് എപ്പോഴും ഇവരുടെ വീട്ടിലേക്ക് തന്നെ ഉണ്ടാവല്ലോ. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക്കായി ഇമാതിരി നൈറ്റ് ഒക്കെ ഇട്ട് വന്ന് ഡാൻസ് കളിക്കുന്ന ചേച്ചിമാർ സബ്സ്ക്രിപ്ഷനിൽ പോയി എന്തൊക്കെ പേക്കൂത്തുകളാണാവോ നടത്തുന്നത്. ബാക്കി കണ്ടൊക്കെ എന്തായാലും ലൈവ് കാണാൻ താല്പര്യമുള്ളവർക്ക് വേഗം ജോയിൻ സബ്സ്ക്രിപ്ഷൻ എടുത്തോളി. പൊളിച്ചെടുക്കുന്ന സ്പെഷ്യൽ ലൈവാണ് വരാൻ പോകുന്നത്. എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചോളി. പൊളിച്ചെടുക്കുന്ന അഡാർ ലൈവാണ് ഇനി വരാൻ പോകുന്നത്. ഗൈസ് ലൈവ് ഓണാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്തോളി. നമുക്ക് പൊളിച്ചെടുക്കുക സ്പെഷ്യൽ ലൈവാണ് വരാൻ പോകുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്പെഷ്യൽ അഡാർ ലൈവാണ് വാച്ച് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ്. അല്ല പ്ലീസ് കുഴപ്പമില്ല. അത് ഇതും അതും ഞാൻ കുഴപ്പമില്ല. ഇവിടെ ഞാൻ കയറുന്നില്ല, എന്നാലും ഉണ്ട്. വലിയ രീതിയില്ല, വലിയ രീതി മറ്റേതാ. സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യം എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുക്കുക. അഡാർ ലൈവാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവരും സാരി റിക്വസ്റ്റ് ചെയ്ത ലൈവാണ്. അപ്പം ഇന്ന് സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യം എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുക്കട്ടോ. പൊളി ലൈവ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. പൊളിച്ചെടുക്കുന്ന സ്പെഷ്യൽ ലൈവാണ് വരാൻ പോകുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്പെഷ്യൽ ലൈവ് വാച്ച് ചെയ്യാൻ താല്പര്യം സാരി സ്പെഷ്യൽ ലൈവാണ് ഇനി വരാൻ പോകുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്ന മക്കളെ എല്ലാവരും സാരിയിൽ ആക്റ്റീവായിട്ട് ലൈവ് കാണണം എന്ന് പറയുന്നത്. നമുക്ക് അവിടെ പൊളിച്ചെടുക്കുക. ആ സാരി ലൈവ് വാച്ച് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചോളി. പൊളി ലൈവാണ് വരാൻ പോകുന്നത്. അപ്പം മറക്കരുത്, ഇന്ന് സ്പെഷ്യൽ ലൈവാണ്. പൊളിച്ചെടുക്കുക. അമ്മ അഡാർ ലൈവ് കാണാൻ താല്പര്യം പ്ലീസ് സബ്സ്ക്രൈബ്. ശരി, സ്പെഷ്യൽ ലൈവ് അഡാർ ലൈവ് എല്ലാ വീഡിയോയിലും വന്നിരുന്നത് ഇതന്നെയാണ് പറയുന്നത്. ഒന്ന് മാറ്റി പിടിയടേ, എന്തൊരു വെറുപ്പിക്കലാണ്. വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികളെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ചേച്ചിന്റെ കുട്ടികളായിരിക്കും എന്ന് തോന്നുന്നു. എന്തൊരു അവസ്ഥയാണല്ലേ. അമ്മയും ചെറിയമ്മയും കൂടി അഴിഞ്ഞാടുന്നത് കണ്ട് വളരേണ്ടി വരുന്ന മക്കൾ. എനിക്ക് മറ്റേ സദ്യം സിനിമയാണ് ഓർമ്മ വരുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെ. എന്തൊക്കെയാണ് ഇവളൊക്കെ കാണിച്ചു കൂട്ടുന്നത് നോക്കിക്കേ. കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ എങ്ങനെയും മതിപ്പതിക്കുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് എങ്ങോട്ടാണ് നമ്മുടെ നാടിന്റെ പോക്ക്? പർപ്പിളും തുമ്പിയും അഞ്ജിത നായരും എല്ലാവരും കൂടി ചേർന്ന് ഈ നാട് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ വല്ല പുരോഗമനവാദികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എനിക്കൊരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. പുരോഗമനത്തിനൊക്കെ ഒരു പരിധിയില്ലേ. ഇങ്ങനെ കുണ്ടിയും മൂലയും കാണിച്ച് പൈസ ഉണ്ടാക്കാതെ മാന്യം മര്യാദയ്ക്കും വല്ല പണിക്ക് പോയിക്കൂടെ പെണ്ണുങ്ങളെ? ഉളുപ്പുണ്ടവൾക്കൊക്കെ ശവങ്ങൾ. സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് നഗ്നതാ പ്രദർശനം നടത്തി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നത്. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും റിപ്പീറ്റ് ചെയ്യാം. ഇവരെ പോലുള്ള ആളുകൾ അങ്ങനെ ആക്കി മാറ്റിയതാണ്. ഞാൻ മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞൊരു പോയിന്റ് ആണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ട്രാവലോഗ് ചെയ്യുന്ന ഒരാൾക്ക് ചില രാജ്യങ്ങളിലെ കാഴ്ചകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് കൊടുക്കാം. ഒരു കുക്കിംഗ് ചാനൽ നടത്തുന്ന ആൾക്ക് ചില പ്രീമിയം റെസിപ്പികൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് സബ്സ്ക്രിപ്ഷൻ പരിപാടി കൊണ്ട് ഇൻസ്റ്റാഗ്രാം ഉദ്ദേശിച്ചത്. അതായത് കഴിവുള്ള ആളുകൾക്ക് അവരുടെ കഴിവ് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അഞ്ജിത നായരെയും പർപ്പിളിനെ പോലുള്ള ആളുകൾ ഇതിനെ റീഡിഫൈൻ ചെയ്തു. പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എളുപ്പമായിട്ടുള്ള ശരീര പ്രദർശനവും തുടങ്ങി. നല്ല റീച്ചും കിട്ടി. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ പരിപാടിയാണെന്നാണ് ആളുകൾ വിചാരിച്ച് വെച്ചേക്കുന്നത് തന്നെ. അതുകൊണ്ട് മാനവും മര്യാദക്കും കണ്ടന്റ് ചെയ്യുന്ന ആർക്കും ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ഓണാക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്ത് പറയാനാണില്ലേ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം.